ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ റീസെൻ്റ്ലി ഉണ്ണിയുടെ ഒരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ഒരു കൊല്ലം മുമ്പ് അപ്ലോഡ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പണ്ടത്തെ വീഡിയോസൊക്കെ എടുത്ത് കാണും. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഐ വെൻറ്റ് ത്രൂ എ ലോട്ട് ഓഫ് ഇമോഷൻസ് ബിക്കോസ് ആ ഒരു കുഞ്ഞു ചെക്കൻ ഇപ്പോൾ ഒരു വലിയ കുഞ്ഞു ചെക്കനായി മാറിയിരിക്കുകയാണ്. ലോട്ട് ഓഫ് ചേഞ്ച് ഹാപ്പൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ വീണ്ടും ഒരു മോർണിംഗ് റുട്ടീനും എല്ലാം കൂടിയിട്ട് ഒരു ഡേ ഡോക്യുമെൻ്റ് ചെയ്യാം, സോ ദാറ്റ് ഇതേപോലെ തന്നെ ഇനി ഭാവിയിലും എനിക്ക് കാണാമല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണുന്നത്. ആദ്യമൊക്കെ എല്ലാം ഞാനാ ചെയ്തു കൊടുത്തത്. പല്ലേപ്പിച്ചിരുന്നത് ഞാനാ, കുളിപ്പിച്ചിരുന്നത് ഞാനാ. ഇപ്പോൾ അവൻ ഒറ്റയ്ക്ക് അമ്മ ഞാൻ ചെയ്യാം, അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അയ്യോ എൻ്റെ കുഞ്ഞു ചെക്കൻ്റെ വലുതാവണു. അപ്പോൾ ആകെ ഒരു ഇമോഷണലായിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാം കഴിഞ്ഞു റെഡി ആവുകയാണ്. നമുക്ക് അംഗനവാടിയിൽ ആദ്യം അവന് ഒരൊറ്റ ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവന് ഫ്രണ്ട്സ് ഉണ്ട്, 4 പേര് ടോട്ടലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹീ ഈസ് വെരി എക്സൈറ്റഡ് ടു ഗോ ടു ദ അംഗനവാടി. മറ്റേത് രാവിലെ ആകുമ്പോൾ അംഗനവാടി ഇപ്പോൾ ഉണ്ട്, അംഗനവാടി ഇപ്പോൾ ഉണ്ട്, അങ്ങനെ കരച്ചിലാണ്. ഇപ്പോൾ പക്ഷേ ഇല്ല, വാ പോവാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾ. അപ്പോൾ ആ ഒരു ചേഞ്ച്, അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരായിട്ട് അവന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക, അതൊക്കെ അവൻ്റെ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായി വർത്തമാനം പറയുന്നുണ്ട് അങ്ങനെ. അപ്പോൾ സാധാരണ പപ്പ അല്ലെങ്കിൽ ഏട്ടനാണ് കൊണ്ടാക്കാറ്. ഇന്ന് 2 പേരുണ്ടായിരുന്നില്ല. സോ ഞാൻ പറയുകയാണെങ്കിൽ തൊട്ടടുത്ത 2 മിനിറ്റ് പോലും നടക്കാനില്ല. ബട്ട് ഞാൻ ഈ മടി കാരണം അവനെ വണ്ടിയിൽ കൊണ്ടുപോവാണ് കേട്ടോ. ഈ ബേബി ഹെയർസ് ഉണ്ടല്ലോ, അത് എപ്പോഴും ഇങ്ങനെയാണ് നിൽക്കുക, ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കണം. ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ പറയേ വേണ്ട. മറ്റൊരു സ്വാമി ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ഇങ്ങനെ മുടി ഇങ്ങനെ ആയിട്ടുള്ള ആള്, സായി ബാബ, അദ്ദേഹം പോലെ ഇങ്ങനെ നിൽക്കും എൻ്റെ മുടി. അപ്പോൾ എനിക്കത് ആദ്യമൊക്കെ ശല്യം പോലെ തോന്നിയിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ദൈവമേ ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. ലൈക്ക് ആ കൊഴിഞ്ഞു പോയി ഇപ്പോൾ ചെറുതായി പൊന്തി വരുന്ന എൻ്റെ ഫ്രഷസ് ആയിട്ടുള്ള ബേബി ഹെയർസ് ആണ്. സോ ഇറ്റ്സ് ഓക്കെ ബേബി, നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും പുറത്തേക്ക് വരാം. സോ ഞാൻ നെയിൽ പോളിഷ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. പിന്നെ ഞാൻ ആലോചിച്ച് ഇത്രയും കഷ്ടപ്പെട്ടിരിക്കുമെന്ന് ചെയ്ത സാധനം ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ അടി പോകും. അതും ഞാൻ ബ്ലാക്ക് ഇടാന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം, കാരണം കാണിച്ച് നടക്കാമല്ലോ, വെറുതെ ആരും നോക്കില്ല, എന്നാലും വെറുതെ ഇങ്ങനെ. പിന്നെന്താ 2026 ഒക്കെ സ്റ്റാർട്ട് ആവാറായില്ലേ. എന്തൊക്കെയാണ് പരിപാടീസ്, എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത്? ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വലിയ കാര്യമായിട്ട് ഈ ഇറാകുമ്പോൾ പ്രിപ്പയർ ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഒന്ന് ഞാൻ പ്ലാനർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ബുള്ളറ്റ് ജേർണലിൻ്റെ പ്ലാനറിൻ്റെ വീഡിയോ സെറ്റപ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ആണ്, കാരണം നല്ലതാണ് ഒരു പ്ലാനറൊക്കെ ഉണ്ടാകുമ്പോൾ. കാരണം എൻ്റെ മുമ്പിൽ ഞാൻ 2025 പ്ലാനറാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ വിഷൻ ബോർഡായിരുന്നു. അപ്പോൾ ഇതിലോരോന്നും ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെക്കും. പിന്നെ എൻ്റെ എല്ലാ മാസത്തിൻ്റെയും റിവ്യൂ, ഒരു റീക്യാപ്പ് പേജ് പോലെ അതിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാനർ സെറ്റ് ചെയ്ത് നോക്കൂ, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഒരു നോട്ട്ബുക്ക് എടുത്ത് പ്ലാനർ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലാനേഴ്സ് അവൈലബിൾ ആണ്. ഇത് പ്ലാനർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇതെൻ്റെ എല്ലാം കൂടിയിട്ടുള്ളതാണ്. ഇതിൽ ഞാൻ ബുള്ളറ്റ് ജേർണൽ, അതായത് ഡെയിലി ടു ഡു ലിസ്റ്റ് എഴുതാറുണ്ട്. പിന്നെ എൻ്റെ ബുക്ക് റിവ്യൂ ഞാൻ ഇതിൽ എഴുതി വെക്കാറുണ്ട്. പിന്നെ ഡെയിലി നടന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എഴുതി വെക്കും. പിന്നെ എൻ്റെ മൈൻഡ് ഡംപ് ഞാൻ ചെയ്യാറുണ്ട്. സോ ദിസ് ഈസ് മൈ ഓൾ പർപ്പസ് ജേർണൽ. ഇതിന് ഞാനിപ്പോൾ ഇങ്ങനെയാണ് വിളിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു ബുക്ക് ഉള്ളത് നല്ലതാണ്. പിന്നെ എനിക്ക് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ മുമ്പിൽ എൻ്റെ 2025 വിഷൻ ബോർഡ് എൻ്റെ നോക്കിച്ചിരിക്കുന്നത്. നോക്കുമ്പോൾ അങ്ങനെ അല്ലാതൊന്നും ഞാൻ നേടിയെടുത്തിട്ടില്ല.
പക്ഷേ പലരും ചോദിക്കാറുണ്ട് കേട്ടോ, വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതൊക്കെ നടക്കുമോ? ലൈക്ക് നടക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇത് നമ്മളുടെ വിഷൻ, നമ്മളുടെ ഗോൾസ് ഇങ്ങനെ അത് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കണം. അത് ജസ്റ്റ് ഒരു റിമൈൻഡറാണ്. നമുക്ക് എപ്പോഴും കാണുന്ന സ്ഥലത്താവുമ്പോൾ ഓക്കെ യു നീഡ് ടു ഡു ദാറ്റ്, യു ഹാവ് ദിസ് ഗോൾ ടു അച്ചീവ്, ഓക്കെ അങ്ങനത്തെ ഒരു വിഷ്വൽ റിമൈൻഡറാണ് നമുക്ക് ആ സംഭവം. അതവിടെ അങ്ങനെ വെച്ചു എന്ന് വെച്ചിട്ട് നടക്കണം എന്നില്ല. അത് പക്ഷെ കണ്ട് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നടക്കും. അപ്പം ഞാൻ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബാക്കി നടക്കാത്തതൊന്നും ഞാൻ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടില്ല. സോ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദാറ്റ്. സോ 2026 നമ്മളൊരു വിഷൻ ബോർഡ് എനിക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ചൊരു ഹാർഡ് വർക്ക് വേയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് ടൈം ഐ എം ഗോയിങ് ടു ഡു അനദർ വേ. ഒരു സ്മാർട്ട് വർക്കാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാണെങ്കിൽ, കാണിച്ചു തരാൻ പറ്റുകയാണെങ്കിൽ, എനിക്കൊരു മൂഡ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇനി എനിക്കിനി കുളിക്കണം. ഞാൻ 3 മണിക്ക് മുന്നേ അംഗനവാടിയിൽ മീറ്റിംഗ് ഉണ്ട്. അംഗനവാടിയിൽ എല്ലാ മാസം 2 എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലും ദിവസം ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു, പാല് ദിനം, മിൽക്ക് ഡേ. എന്നിട്ട് പോയി ഞങ്ങൾക്ക് സേമിയ പായസമൊക്കെ കിട്ടി, അമ്മമാർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംഗനവാടിയിൽ എൻ്റെ മീറ്റിംഗ് ആണെന്നറിയില്ല, മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണം. അങ്ങനെ എനിക്ക് എൻ്റെ 2025 ലാസ്റ്റ് ബുക്ക് ഞാൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങോട്ട് തീർന്നില്ല. അത് തീർക്കണം, കുറച്ചതൊക്കെ വായിക്കണം. ഇപ്പം ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഇപ്രാവശ്യം അനീമിയനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെ ക്ലാസ്സിലേക്ക് വന്ന എല്ലാവർക്കും അംഗനവാടിയുടെ പേരിൽ എൻ്റെ പേരിൽ ആദ്യമേ തന്നെ സ്വാഗതം പറഞ്ഞോളുന്നു. സോ ഇന്നത്തെ മീറ്റിംഗ് അനീമിയനെ കുറിച്ചിട്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്തെങ്കിലും കിട്ടുമെന്ന്. സോ ഇന്ന് ലെമൺ ജ്യൂസും എള്ളുണ്ടയാണ് കിട്ടിയത്. എൻ്റെ ലെമൺ ജ്യൂസ് നിൽക്കുന്ന ഇവൻ കുടിച്ചു തീർത്തു. ആൻഡ് ദിസ് മൂവി ബാംഗ്ലൂർ ഡേയ്സ്, ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി. എത്ര കണ്ടാലും മതിയാവാത്ത മൂവിയാണ് കേട്ടോ. അപ്പം അംഗനവാടി എത്തിയ സമയത്ത് അവൻ ആദ്യം എടുത്തപ്പോൾ ഒരു ചെറിയ ചൂടൊക്കെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവന് നല്ല പനിയായി കേട്ടോ. ഇപ്പോൾ കുഞ്ഞു വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മേത്ത് തന്നെയായിരുന്നു. പിന്നെ നമ്മളുടെ ക്രിസ്മസ് ടൈം ആയില്ലേ, അപ്പോൾ ഈ ഒരു സ്റ്റാർ 6 കൊല്ലമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു സ്റ്റാറാണ്. അപ്പോൾ അത് തൂക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏട്ടനെ വിളിച്ച് വരുത്തി, ഏട്ടനോട് ഇടാൻ പറഞ്ഞ്. ഇത് എനിക്ക് പല മോഡലും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും അന്ന് ഞാനാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ആൻഡ് ദിസ് ഈസ് ദ സ്റ്റാർ. ഇതങ്ങനെ യൂഷ്വലി അധികം ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ളത്. ലൈക്ക് ഈ കളേഴ്സ് വരുന്നത്. പിന്നെ പല രീതിയിലുള്ളതുണ്ട്. ഏട്ടൻ കാണിച്ചായിരുന്നു ഏത് വേണം, ഇത് വെക്കണോ, അത് വെക്കണോ, ഇത് വെക്കണോ. ഏറ്റവും അവസാനം എനിക്ക് എല്ലാ കളേഴ്സും ഇങ്ങനെ സ്റ്റില്ലായി നിൽക്കില്ലേ, ആദ്യം കണ്ടില്ലേ, അതേ ഇതിലാണ് എനിക്കിഷ്ടം. ആൻഡ് അതൊക്കെ സെറ്റാക്കി. ഞാനിത് ചെയ്യുന്ന തന്നെ ഉണ്ണിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ് ഇടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. നെക്സ്റ്റ് രാത്രി ഡിന്നർ ചപ്പാത്തിയാണ്. ചപ്പാത്തി പണി എൻ്റെ മെയിൻ പണിയാണ്. ഉണ്ണിക്ക് ഞാൻ പറഞ്ഞില്ല പനിയായ കാരണം അവന് കഞ്ഞിയാണ് കൊടുത്തത്. അതേ മുപ്പരാൾ എന്നെ ഒറ്റയ്ക്ക് കുടിക്കുകയാണ്. സോ ദിസ് ഈസ് ബ്രൗണി, ഞങ്ങളുടെ വീട്ടിലെ സ്വന്തം ബ്രൗണി. കുറച്ച് കുറുമ്പുണ്ട്, എന്നാലും പാവമാണ്. ആൻഡ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം നടക്കുന്നുണ്ട്. ലൈക്ക് ഐ എം ട്രൈയിങ് ടു എന്താ പറയുക, എന്തെങ്കിലും ബോഡി മൂവ്മെൻറ്റ്സ് ഇപ്പോൾ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് ലാസ്റ്റ്ലി ഞാൻ എൻ്റെ ജേർണലിൽ എനിക്ക് കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ടുഡേയ്സ് വീഡിയോ ഈസ് എൻഡിങ് ഹിയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.